ഒരു പെണ്ണിനെ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തോ അല്ലെങ്കിൽ എത്രത്തോളം ത്യാഗം സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈ ജീവിതത്തിൽ അതുല്യ ഒരു പക്ഷേ സഹിച്ചിട്ടുണ്ടാവണം. കാരണം ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ സൈക്കോ അല്ലെങ്കിൽ സതീഷ് എന്ന് പറയുന്ന ആൾ, അതുല്യയുടെ ഭർത്താവ്, കഴിഞ്ഞ ദിവസം റോളയിൽ മരണപ്പെട്ട ഷാർജയിലെ റോളയിൽ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ സതീഷ് എത്രത്തോളം പീഡനം നേരിട്ടു എന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ അമിത മദ്യപാനിയായിരുന്ന സതീഷിൻ്റെ ക്രൂരമായിട്ടുള്ള പീഡനവും മർദ്ദനവുമാണ് ഈ അതുല്യ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് വേണം കരുതുവാൻ. ഒരിക്കലും സ്വപ്നതുല്യമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് വന്നൊരു പെൺകുട്ടി ഇത്രയേറെ നരകതുല്യമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ അത് നമുക്കും ഇതൊരു പാഠമാണ്. ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ ഒരു തരത്തിലും ഒക്കുന്നില്ല എങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതോടൊപ്പം തന്നെ രണ്ട് രീതിയിലും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാലും നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിയെക്കുറിച്ച് ചിന്തിക്കുക. അതല്ലാതെ തന്നെ ഒരുപക്ഷെ പലരും ഇന്ന് ഇങ്ങനെയൊക്കെയായി ഇനി മുന്നോട്ട് പോകാം എന്നൊരു ചിന്ത അത് വെച്ച് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പല ദുരന്തങ്ങളിലും ഈ അടുത്ത ദിവസം തന്നെ കൊല്ലത്ത് ഷാർജയിൽ കഴിഞ്ഞ അതിനു മുമ്പ് മരിച്ച ഒരിത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ബന്ധങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ആ ബന്ധം അവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും ഇരു കൂട്ടരുടെയും, ആണിൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാവിക്ക് നല്ലത്. അതിനൊരു ഉദാഹരണം മാത്രമാണ് ഈ വീഡിയോ. ഒരു പക്ഷേ ഇത്തരം സൈക്കോ ക്രിമിനൽ എത്രമാത്രം ത്യാഗം ആ പെൺകുട്ടി സഹിച്ചു എന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം www.politicalnews എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.